ഹരിയാന തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പുറത്തുവിടുമെന്ന് ഹരിയാനയുടെ ചുമതലയിലുള്ള AICC നേതാവ് ദീപക് ബാബറിയ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സ് അയോഗ്യതയിൽ മനസ്സു തകർന്ന് താൻ വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വിനേഷ് ഇനി രാഷ്ട്രീയ ഗോദയിലേക്ക് സജീവമായി ഇറങ്ങുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയായി. വിനേഷിനെ ഏതു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടെടുക്കും. കോൺഗ്രസ് നേതാക്കൾ വിനേഷ് ഫോഗട്ടുമായി സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. BJP നേതാവും ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ നീതിക്കായി സമരം ചെയ്ത ഗുസ്തി താരങ്ങളുടെ മുൻനിരയിലും വിനേഷ് ഉണ്ടായിരുന്നു. പാരീസിൽ വിനേഷ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 100 ഗ്രാം അധിക ഭാരത്തിന്റെ പേരിൽ ഇന്ത്യയുടെ വെള്ളി മെഡൽ സ്വപ്നങ്ങൾ തകരുകയായിരുന്നു. രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസവും വിനേഷ് കൃത്യമായി മറുപടി പറഞ്ഞിരുന്നില്ല. താൻ ഇപ്പോഴും ഒരു ആഘാതത്തിൽ തന്നെയാണുള്ളതെന്നും മനസ്സ് ശാന്തമായതിനുശേഷം എല്ലാവരോടും കൂടിയാലോചിച്ച് ഉത്തമമായ തീരുമാനമെടുക്കുമെന്നും വിനേഷ് പറഞ്ഞു. വിരമിക്കൽ പ്രഖ്യാപനത്തിനുശേഷം ഭാവി കാര്യങ്ങൾ താൻ ആലോചിച്ചിട്ടില്ലെന്നും വിനേഷ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.